സ്കൈലൈൻ ട്രെയിൽ എന്ന ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഹത്ത മൗണ്ടനിലേക്ക് എത്തുന്നത്. പുലർച്ചെ 4:30 ഞങ്ങൾ ദുബായിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഈ ഹത്ത മൗണ്ടൻ ഉൾപ്പെടുന്ന പ്രദേശം ഒമാൻ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. വിക്കിപീഡിയ പറയുന്നത് പ്രകാരം 1850-കളിലാണ് ഇത് ദുബായ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഈ ട്രെക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 8.5 കിലോമീറ്ററാണ് നമുക്ക് നടക്കേണ്ട ദൂരം. 4 മണിക്കൂറാണ് അവർ പറഞ്ഞിരുന്ന സമയം. പക്ഷേ പോകുന്ന വഴി ഇത്രയും ഈ പാറകളൊക്കെ നിറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വഴി തെറ്റി. അവരുടെ സൈൻ ബോർഡ് ഞങ്ങൾക്കൊന്ന് മിസ്സായിരുന്നു. അപ്പോൾ 2 കിലോമീറ്റർ എക്സ്ട്രാ നടക്കേണ്ടി വന്നു. കല്ലുകളാണ് ഉള്ളത്. അതൊന്നും ജസ്റ്റ് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ കാലിൽ കൊണ്ടുവരും. അതൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങളെ കൂടാതെ ഈ ഇവന്റിൽ 50ഓളം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പല പല രാജ്യത്തു നിന്നുള്ളവരായിരുന്നു എല്ലാവരും. ഈ ഒരു ഭാഗത്തെപ്പോഴത്തേക്കും ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിരുന്നു. പോകുന്ന വഴിക്ക് ഒരു 4 സ്ഥലത്ത് ഒരു വാട്ടർ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഒരെണ്ണം ഞങ്ങൾക്ക് മിസ്സായി. അത് ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വഴി തെറ്റിയായിരുന്നു. ഈ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇടത് ഭാഗം വലിയ കുഴിയാണ്. ഇടയ്ക്കൊന്ന് മിസ്സായി കഴിഞ്ഞാൽ താഴെ പോകും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗമായപ്പോഴത്തേക്കും ഞങ്ങൾ ഏറെക്കുറെ ടയർഡായി. ഇതിൻ്റെ മുന്നേ ആയിരുന്നു ഞങ്ങൾക്കൊരു വാട്ടർ സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ സ്റ്റേഷനിൽ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു. ഉണക്കമുന്തിരി ഭയങ്കര എനർജിയായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഈ ഒരു ഭാഗം ഏകദേശം അതിൻ്റെ ഏറ്റവും ടോപ്പ് എത്തി. ഈ മുന്നിൽ കാണുന്നതാണ് ഹത്ത ഡാം. നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന്. അങ്ങനെ നീണ്ട 3 മണിക്കൂറത്തെ ട്രെക്കിങ്ങിനൊടുവിൽ ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഈ ഹത്ത സൈനാണ് അവരുടെ ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് അവർ പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തെ ഇവരുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സിപ്പ് ലൈൻ്റെ ഒരു വൗച്ചറൂടെ അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിപ്പ് ലൈനെല്ലാം കഴിഞ്ഞ് ടോട്ടൽ ഒരു 4 hours ഞങ്ങളുടെ ടോട്ടൽ ട്രെക്കിങ്ങും കഴിഞ്ഞു.